കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ 5ാമത് സമ്മേളനം പാലാ അൽഫോൻസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിച്ചു. മുൻ അസംബ്ലിയുടെ റിപ്പോർട്ട് സിനഡ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അവതരിപ്പിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് ആമുഖ പ്രഭാഷണം നടത്തി. 2ാം ദിനമായ 23 രാവിലെ 9 മണിക്ക് അസംബ്ലിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന സമ്മേളനം നടക്കും. മേജർ ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യയുടെ അപ്പസ്റ്റോളിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് ലിയോ പോൾദോ ജിറേലി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭയുടെ തലവൻ ബെസേലിയോസ് മാർത്തോമ തൃതീയൻ പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഓഗസ്റ്റ് 25 ഞായറാഴ്ച മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി സമാപിക്കും. സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ പാലക്കാട് രൂപതാ നേതൃസംഗമവും ഗ്ലോബൽ ഭാരവാഹികൾക്ക് സ്വീകരണവും മുണ്ടൂർ യുവക്ഷേത്ര കോളേജിൽ നടത്തി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് അനുസരിച്ച് ജില്ലയിൽ വില്ലേജുകളെ അതീവ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ച് തയ്യാറാക്കിയ വിജ്ഞാപനത്തിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും ഒഴിവാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പാലക്കാട് രൂപതാ നേതൃസമ്മേളനം ആവശ്യപ്പെട്ടു. ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രൂപതാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബോബി ബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. അനാഥർക്കും മാനസിക രോഗികൾക്കും ആശ്രയമായ പാലാ മരിയ സദനത്തിന് നിയമക്കുരുക്ക്. മരിയ സദനം സന്ദർശിച്ച SJD അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിശോധനാ കുറിപ്പാണ് പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മരിയ സദനം അഭ്യുദയകാംക്ഷികളുടെ യോഗം ചേർന്നു. MLA, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർമാൻ, ജനപ്രതിനിധികൾ, സമൂഹത്തിലെ സുമനസ്സുകളായ ആളുകൾ തുടങ്ങിയവർ മരിയ സദനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മരിയ സദനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച വിഷയവും യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും MP-മാരായ ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, മാണി സി കാപ്പൻ MLA, നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, നഗരസഭാ കൗൺസിലേഴ്സ്, പഞ്ചായത്ത് മെമ്പേഴ്സ്, ഇടവക വികാരി ഫാദർ ജോർജ് പഴയപറമ്പിൽ, ബൈജു കൊല്ലംപറമ്പിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പുതുതായി അക്കൗണ്ട് രൂപീകരിക്കാനും അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് അടുത്ത മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ധനസമാഹരണം നടത്താനും തീരുമാനിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിസ്ഥിതി കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ദേവലോകം കത്തോലിക്കേറ്റ് അരമനയിൽ സുസ്ഥിര പരിസ്ഥിതി പദ്ധതികൾ പരിസ്ഥിതി കമ്മീഷൻ പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് ഉദ്ഘാടനം ചെയ്തു. ശലഭോദ്യാനം, ഫലദായകമായ 80ലധികം നാട്ടുമരങ്ങളുടെ തോട്ടം എന്നിവയ്ക്ക് രൂപം നൽകി. അരമന ക്യാമ്പസിലെ മുഴുവൻ മരങ്ങളുടെയും മലയാളം, ഇംഗ്ലീഷ് ശാസ്ത്രനാമങ്ങൾ രേഖപ്പെടുത്തിയ ബോർഡിലെ QR കോഡ് സ്കാൻ ചെയ്താൽ മരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം. പരുമല സെമിനാരിയിലും സമാനമായ പദ്ധതികൾ പുരോഗമിച്ചു വരുന്നുണ്ട്. പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസ് ആണ് പദ്ധതിക്ക് ആവശ്യമായ സാങ്കേതിക സഹായം നൽകിയിട്ടുള്ളത്. പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കൃഷിക്കാർക്ക് സഹായമായി സുഹൃത്തുക്കൾ അയച്ചുകൊടുത്ത പണം വരെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ബാങ്ക് വായ്പാ തിരിച്ചടവിന്റെ പേരിൽ പിടിച്ചെടുത്ത സംഭവം വിലങ്ങാടുണ്ടായത് നിന്ദ്യവും അത്യന്തം പ്രതിഷേധാർഹവുമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ്. വിലങ്ങാട് പ്രകൃതി ദുരന്ത ബാധിതരെ ഉപദ്രവിക്കുന്ന ബാങ്ക് സമീപനങ്ങൾ അവസാനിപ്പിക്കണം. ബാങ്കേഴ്സ് സമിതിക്ക് സർക്കാർ അതിനുള്ള നിർദ്ദേശം നൽകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ആവശ്യപ്പെട്ടു. ഉരുൾപൊട്ടലിൽ കൃഷിഭൂമി ഒലിച്ചുപോയ വിലങ്ങാട്ടെ കർഷകർക്ക് അടിയന്തര ധനസഹായം നൽകാനും വായ്പകൾ എഴുതിത്തള്ളാനും വേണ്ട നിർദ്ദേശം സർക്കാർ തലത്തിൽ നൽകണം. വിലങ്ങാടിനായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം. വയനാടിനൊപ്പം വിലങ്ങാട്ടെ ഉരുൾപൊട്ടലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. KCC അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ മടമ്പം ഫൊറോനയുടെ ആതിഥേയത്വത്തിൽ പയ്യാവൂർ സെയിന്റ് സെബാസ്റ്റ്യൻ പാരിഷ് ഹാളിൽ അതിരൂപതാതല മാർഗംകളി മത്സരം സംഘടിപ്പിച്ചു. 1999 ജൂലൈ 20 അതിനു മുൻപോ ജനിച്ച വനിതകൾക്കും 1999 ജൂലൈ 20 ശേഷം ജനിച്ച പെൺകുട്ടികൾക്കും പ്രത്യേക വിഭാഗങ്ങളായും പുരുഷന്മാർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായാണ് മത്സരം സംഘടിപ്പിച്ചത്.
പുരുഷന്മാരുടെ മാർഗംകളി മത്സരത്തിൽ പയ്യാവൂർ ടൗൺ യൂണിറ്റ് 1ാം സ്ഥാനം നേടി. 2ാം സ്ഥാനം കണ്ടകശ്ശേരി യൂണിറ്റും 3ാം സ്ഥാനം ചമതച്ചാൽ യൂണിറ്റും സ്വന്തമാക്കി. 1999 ജൂലൈ 20 അതിനു മുൻപോ ജനിച്ച വനിതകളുടെ മത്സര വിഭാഗത്തിൽ മടമ്പം യൂണിറ്റ് 1ാം സ്ഥാനവും പയ്യാവൂർ ടൗൺ ചുമതച്ചാൽ യൂണിറ്റുകൾ 2ഉം 3ഉം സ്ഥാനങ്ങൾ സ്വന്തമാക്കി. 1999 ജൂലൈ 20 ശേഷം ജനിച്ച പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പയ്യാവൂർ വലിയപള്ളി യൂണിറ്റ് 1ാം സ്ഥാനവും 2ാം സ്ഥാനം മടമ്പം യൂണിറ്റും 3ാം സ്ഥാനം കൂടല്ലൂർ യൂണിറ്റും നേടി. മാർഗംകളി മത്സരത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട പൊതുസമ്മേളനം കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. പാർക്കിൻസൺസ് രോഗത്തിന് പരിഹാരമായ DBS സർജറി വിജയകരമായി പൂർത്തിയാക്കി കാരിത്താസ് ആശുപത്രി ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്. തലച്ചോറിൽ നമ്മുടെ ചലനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്ന ഡോപ്പമിൻ കോശങ്ങളുടെ തേയ്മാനം സംഭവിക്കുന്നത് മൂലം വരുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. ഒരു പ്രത്യേക ദൈർഘ്യം കഴിയുമ്പോൾ മരുന്ന് ചികിത്സ കൊണ്ട് രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാനും വിറയൽ നിർത്താനും മരുന്ന് കഴിക്കുമ്പോഴുള്ള പുകച്ചിൽ നിർത്താനും സാധിക്കില്ല. ഈ സമയത്ത് രോഗികൾക്ക് കൊടുക്കുന്ന ചികിത്സാ രീതിയാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അഥവാ DBS. തിരുവനന്തപുരം കഴിഞ്ഞാൽ കോട്ടയം, ഇടുക്കി, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഈ ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രിയാണ് കാരിത്താസ്. ജനങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഇപ്രകാരമുള്ള പുതിയ ചികിത്സാ രീതികൾ സാധാരണക്കാരിൽ എത്തിക്കുവാൻ സാധിക്കുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് കാരിത്താസ് ആശുപത്രി ഡയറക്ടർ ഫാദർ ബിനു കുന്നത്ത് അഭിപ്രായപ്പെട്ടു. തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ചെറുപുഴ മേഖലാ വാർഷിക പൊതുയോഗം ചെറുപുഴ സെയിന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്നു. TSSS ഡയറക്ടർ ഫാദർ ബിബിൻ വരമ്പത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഉരുപ്പക്കാട്ട് അധ്യക്ഷത വഹിച്ചു. അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ലൂക്കോസ് മാടശ്ശേരി, RCC പ്രസിഡന്റ് ജെമിനി M. തോമസ്, പ്രോഗ്രാം മാനേജർ വത്സമ്മ ടോമി, RCC സെക്രട്ടറി വത്സ ജോൺ എന്നിവർ സന്നിഹിതരായിരുന്നു. സോഷ്യൽ വർക്ക് സ്റ്റഡീസിൽ ഡോക്ടറേറ്റ് നേടിയ ഫാദർ ലൂക്കോസ് മാടശ്ശേരി ബെസ്റ്റ് ഡയറക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട റവറൻഡ് ഡോക്ടർ ജോസ് വെട്ടിക്കൽ, മികച്ച കർഷകൻ ബിനോയ് തോപ്പിൽ, മികച്ച കർഷക മറിയാമ്മ ബാബു എന്നിവരെ ആദരിച്ചു. സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെ ഉപവരുമാന സാധ്യതകൾക്ക് വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന ആടുവളർത്തൽ പദ്ധതിയുടെ ഭാഗമായി ധനസഹായം വിതരണം ചെയ്തു. തെല്ലകം ചൈതന്യയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ധനസഹായ വിതരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നിർവഹിച്ചു. സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം മുതൽ മുടക്ക് കുറഞ്ഞ ചെറുകിട ഉപവരുമാന പദ്ധതികളിലൂടെ ആളുകൾക്ക് സ്വയം പര്യാപ്തതയ്ക്ക് അവസരമൊരുക്കുന്ന KSSS പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു. കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുൽപ്പള്ളി സെയിന്റ് തോമസ് അസോസിയേഷൻ ഫോർ റൂറൽ സർവീസ് സ്നേഹജ്വാല സൊസൈറ്റിയുടെ സഹകരണത്തോടെ ജൈവ ഗ്രാമ ക്ലസ്റ്ററിലെ കർഷകർക്ക് ജൈവവളങ്ങൾ വിതരണം ചെയ്തു. ഇൻഡോസെഡ് സർട്ടിഫിക്കേഷൻ കമ്പനിയുടെ വളം നാഷണൽ NGO കോൺഫെഡറേഷന്റെ 50% സബ്സിഡിയോടെയാണ് ലഭ്യമാക്കിയത്. മരകാവ് സെയിന്റ് തോമസ് പാരിഷ് ഹാളിൽ സ്നേഹജ്വാല പ്രസിഡന്റ് സിസ്റ്റർ ആൻസ് മരിയ SBS ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ജോമറ്റ് കോതവഴിക്കൽ അധ്യക്ഷത വഹിച്ചു. ഇൻഫാം എരുമേലി കാർഷിക താലൂക്കിന്റെ നേതൃത്വത്തിൽ ഇൻഫാം അംഗങ്ങളായ 80 വയസ്സ് കഴിഞ്ഞ കർഷകരെ വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് നൽകി ആദരിച്ചു. ചടങ്ങിൽ മികച്ച കർഷകരെയും ആദരിച്ചിട്ടുണ്ട്. എരുമേലി അസംഷൻ ഫൊറോന പള്ളി പാരിഷ് ഹാളിൽ നടന്ന ആദരിക്കൽ സമ്മേളനം ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഫാദർ ആൽബിൻ പുത്തഗിടിയിൽ ഉദ്ഘാടനം ചെയ്തു. കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവേലിൽ, താലൂക്ക് ഡയറക്ടർ ഫാദർ മാത്യു നിരപ്പേൽ, രക്ഷാധികാരി ഫാദർ വർഗീസ് പുതപ്പറമ്പിൽ, താലൂക്ക് പ്രസിഡന്റ് ജോസഫ് കരിക്കുന്നേൽ, ജില്ലാ നോമിനി ജോസ് താഴത്ത് പീടികയിൽ, ബേബിച്ചൻ തെക്കേൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. FDSHJ സന്യാസ സമൂഹത്തിന്റെ നവീകരിച്ച നിയമാവലിയുടെ പ്രകാശന കർമ്മം നടത്തപ്പെട്ടു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം നിയമാവലി ഷംസാബാദ് സഹായമിത്രാൻമാർ തോമസ് പാടിയത്തിന് നൽകി പ്രകാശനം ചെയ്തു. മോൺസിഞ്ഞോർ വർഗീസ് താനമാവുങ്കൽ, മദർ ജനറൽ സിസ്റ്റർ റോസ് ചക്കാലക്കുന്നേൽ FDSHJ, സിസ്റ്റർ ലിസ് മേരി FCC, സിസ്റ്റർ മേരി റോസ്ലി LSDP തുടങ്ങിയവർ പങ്കെടുത്തു. കൊട്ടാരക്കര മാർത്തോമ എപ്പിസ്കോപ്പൽ ജൂബിലി മന്ദിരത്തിലെ പകൽ വീടിന്റെ 1ാം വാർഷികാഘോഷം നടന്നു. മാർത്തോമ സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മനസ്സിലെ നന്മയും സ്നേഹവും പകർന്ന് അർത്ഥപൂർണമായ ജീവിതം നയിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആരോഗ്യവകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ NN മുരളി മുഖ്യ സന്ദേശം നൽകി. മേൽപ്പെട്ട സ്ഥാനത്ത് 14 വർഷം പിന്നിടുന്ന ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ തീത്തോസിനെ യോഗത്തിൽ ആദരിച്ചു.
പടമുഖം ഫൊറോന ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പ്രവർത്തന വർഷ ഉദ്ഘാടനം തടിയമ്പാട്ട് മരിയസദൻ പാസ്റ്ററൽ സെന്ററിൽ ഫൊറോന വികാരി ഫാദർ ഷാജി പൂത്തറ നിർവഹിച്ചു. മിഷൻ ലീഗ് അംഗങ്ങൾക്കായുള്ള സെമിനാറിന് മേഖലാ ഡയറക്ടർ ഫാദർ ഷിജു വട്ടംപുറത്ത് നേതൃത്വം നൽകി. ഫാദർ സൈജു പുത്തൻപറമ്പിൽ, ഫാദർ ഷൈജു കല്ലുവെട്ടാങ്കുഴി, ഫാദർ സിജോ തോക്കുംകാട്ടിൽ, ഫാദർ ഷിജു ആവണ്ണൂർ എന്നിവർ സന്നിഹിതരായിരുന്നു. പുരാതന പാട്ട് മത്സരത്തിൽ ബൈസൺ വാലി 1ാം സ്ഥാനവും പടമുഖം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ചടങ്ങുകൾക്ക് മേഖലാ വൈസ് ഡയറക്ടർ സി ഷാരോൺ SJC നേതൃത്വം നൽകി. മലങ്കര ഓർത്തഡോക്സ് സഭ ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലിത്ത തോമസ് മാർ അത്തനാസിയൂസിന്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഉപവാസ ധ്യാന യോഗം നടത്തി. സുനഹദോ സെക്രട്ടറി ഡോക്ടർ യുഹന്നോൻ മാർ ക്രിസോസ്റ്റോമസ് ധ്യാനം നയിച്ചു. സുവിശേഷ യാത്രയിൽ സ്വീകരണങ്ങളും തിരസ്കരണങ്ങളും അഭിമുഖീകരിക്കുവാൻ സന്നദ്ധരാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിയുള്ളവരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കി കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന സമൂഹാധിഷ്ഠിത പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി അഗാപ്പെ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ ലഭ്യമാക്കി. ലയൺസ് ക്ലബ്ബ് ഓഫ് കിടങ്ങരുമായി സഹകരിച്ച് ലഭ്യമാക്കിയ സ്കൂൾ ബാഗുകളുടെ വിതരണ ഉദ്ഘാടനം തെള്ളകം ചൈതന്യയിൽ ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് നിർവഹിച്ചു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കുര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വായനയുടെ നവ്യാനുഭവമായി പുത്തൻ മാറ്റങ്ങളോടെ യാക്കോബായ സുറിയാന ക്രിസ്ത്യാനി സഭയുടെ മുഖപത്രം വിശ്വാസ സംരക്ഷകൻ പുറത്തിറങ്ങുന്നു. പത്രത്തിന്റെ പരിഷ്കരിച്ച പതിപ്പിന്റെ പ്രകാശനം സഭ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്കി സെന്ററിൽ മലങ്കര മെത്രാപ്പൊലിത്ത അഭിവന്യ മോർ ഗ്രിഗോറിയോസ് ജോസഫ് മെത്രാപ്പൊലിത്ത നിർവഹിച്ചു. സഭയിൽ എല്ലാ കുടുംബങ്ങളിലും ഈ പത്രം എത്തണമെന്നും അതിന്റെ ഭാഗമായി ആദ്യഘട്ടം എന്ന നിലയിൽ 1,00,000 വരിക്കാരെ ചേർക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നതെന്നും മലങ്കര മെത്രാപ്പൊലിത്ത അറിയിച്ചു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.